ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനാണെങ്കിൽ കുറച്ച് നാളായിപ്പോൾ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ എനിക്ക് കുറച്ച് പേരാണെന്നുണ്ടെങ്കിൽ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എന്താണ് വീഡിയോസ് ചെയ്യാത്തത്, സ്റ്റോറീസ് കിട്ടാഞ്ഞിട്ടാണോ, എന്താ ഡെയിലി നമ്മുടെ ലൈഫ് പോലത്തെ വീഡിയോസ് എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കുറച്ച് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ ഇത്രയും ചെറിയ ചാനലായിട്ട് പോലും എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടെന്ന് അറിഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റോറിയിലേക്ക് പോയാലോ? സ്റ്റോറി നമ്പർ 1. ഹലോ ഡിയർ, ഇതെൻ്റെ കുട്ടിക്കാലത്തെ സ്റ്റോറിയാണ്. അന്ന് ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നിട്ടേ. ഞങ്ങൾ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ പെൺകുട്ടികളായി. ഞങ്ങൾ 3 പേരും നല്ല കൂട്ടുകാരായിരുന്നു. അതിലൊരു കുട്ടിയുടെ വീട് സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. ഉച്ചയ്ക്ക് കഴിക്കാൻ വിടുമ്പോഴൊക്കെ ഞങ്ങൾ അവളുടെ വീട്ടിൽ പോകുമായിരുന്നു. ഒരു കാര്യം പറയട്ടെ, ഈ 3 പേർക്കും പേരിടാം, അല്ലെങ്കിൽ ലാസ്റ്റ് കൺഫ്യൂഷൻ ആവും. പിങ്കി, ഡോളി, നീനു. ഇത് ഇമാജിനറി നെയിമാണ് കേട്ടോ, ഒറിജിനൽ അല്ല. അപ്പോൾ ബാക്കി സ്റ്റോറി കണ്ടിന്യൂ ചെയ്യും. പിങ്കിയുടെ വീടാണ് സ്കൂളിൻ്റെ അടുത്തുള്ളത്. അങ്ങനെയിരിക്കെ ഒരു ഡേ നീനുവിൻ്റെ വീട്ടിലെ ആടിന് 3 കുഞ്ഞുങ്ങളുണ്ടായി. ഞങ്ങൾക്ക് അതിനെ കാണാൻ ഭയങ്കര ആഗ്രഹമായി. ബട്ട് എങ്ങനെ പോകും? വീട്ടിൽ പറഞ്ഞാൽ വിടില്ല. സോ ഞങ്ങൾ സ്കൂൾ ടൈമിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. ലഞ്ച് ബ്രേക്ക് 1 അവർ ആയിരുന്നു. ആ ടൈമിൽ പോയാൽ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തിരിച്ചെത്താം. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് PT പീരീഡ് വരുന്നതേ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ആ ദിവസം എത്തി. ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു. സ്കൂളിൻ്റെ മതിൽ ചാടി. കഷ്ടകാലം അല്ലാതെ എന്ത്, ഞങ്ങൾ മതിൽ ചാടുന്നത് തൊട്ടടുത്ത കടയിലെ ചേട്ടൻ കണ്ടു. അയാൾ ഞങ്ങളോട് എവിടെ പോവുക എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ 3 പേരും കൂടി ഒറ്റയോട്ടം. അയാൾക്ക് എന്തോ പന്തികേട് തോന്നി. അയാൾ നേരെ സ്കൂളിലേക്ക് കയറി പോകുന്നത് കണ്ടപ്പോഴും ഞങ്ങളുടെ പ്ലാൻ പൊളിഞ്ഞുവെന്ന് മനസ്സിലായി. വേറെ വഴിയില്ലാത്ത കൊണ്ട് പിങ്കിയോട് വീട്ടിലോട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങളുടെ വീട്, അതായത് ഡോളയുടെയും നീനുവിൻ്റെയും വീട് അടുത്തടുത്താണ്. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഓടി. തൊട്ടുപിറകെ സ്കൂളിലെ ആൾക്കാർ. ഒരുവിധം എങ്ങനെയൊക്കെയോ ഓടി എൻ്റെ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ വീട്ടുമുറ്റത്ത് തന്നെ നിൽപ്പുണ്ട്. പെട്ടെന്ന് തന്നെ ആരൊക്കെ പിടിച്ചുകൊണ്ട് പോകാൻ വരുന്നു എന്നുള്ളൊരു കള്ളം ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ അവരുടെ കാര്യം ചോദിച്ചു. ഞങ്ങൾ സ്കൂളിൽ നിന്ന് ചാടിപ്പോയതാണെന്ന് അവർ പറഞ്ഞു. നാളെ സ്കൂളിലേക്ക് വന്നോളെന്ന് പറഞ്ഞ് അച്ഛൻ അവരെ തിരിച്ചയച്ചു. നെക്സ്റ്റ് ഡേ സ്കൂളിൽ ചെന്നു. ടീച്ചർ കാര്യം ചോദിച്ചു. ആട്ടിൻകുട്ടിയെ കാണാൻ പോയത് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും 3 പേർക്ക് നല്ല അടി കിട്ടി. ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ചിരി വരും. പക്ഷെ അന്ന് നല്ല വിഷമം ഉണ്ടായിരുന്നു. എൻ്റെ ആട്ടിൻകുട്ടികളെ അവരെ കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത്. നെക്സ്റ്റ് സ്റ്റോറി നോക്കിയാലോ? സ്റ്റോറി നമ്പർ 2. ഹായ് ഡിയർ, ഞാനും എൻ്റെ ബ്രദറും കൂടി ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലോട്ട് പോവുകയായിരുന്നു. ഹൈവേ എത്തിയപ്പോൾ നല്ല ബ്ലോക്ക്. ഞാൻ നോക്കിയപ്പോൾ ഒരു പട്ടിക്കുട്ടി റോഡിൽ കിടന്നുറങ്ങുന്നു. 2 മാസം പ്രായമേ അതിന് കാണൂ. ഞാൻ അതിനെ ഉണർത്തിവിടാം എന്ന് പറഞ്ഞു. ബട്ട് എൻ്റെ ബ്രദർ സമ്മതിച്ചില്ല. അത് കടിക്കും, അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അതിനെ മാറ്റണം എന്ന് എത്ര പറഞ്ഞിട്ടൊന്നും സമ്മതിച്ചില്ല. അതിൻ്റെ മുകളിലൂടെ എന്തെങ്കിലും വണ്ടി കയറും. അത്രയ്ക്ക് റോഡിലേക്കാണ് അത് കിടന്നുറങ്ങുന്നത്. അതിനെന്തെങ്കിലും പറ്റിയോ എന്നോർത്ത് ഇപ്പോഴും ഞാൻ വിഷമിക്കുന്നു. അവനൊന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ എനിക്ക് അതിനെ മാറ്റാമായിരുന്നു. നെക്സ്റ്റ് സ്റ്റോറി നോക്കിയാലോ? സ്റ്റോറി നമ്പർ 3. ഹലോ ഡിയർ, എൻ്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചൊരു കഥയാണിത്. എനിക്ക് ആദ്യമായി സൈക്കിൾ വാങ്ങിത്തരുന്നത് ഞാൻ 9th പഠിക്കുമ്പോഴാണ്. എൻ്റെ വീട്ടിൽ നിന്നും ബസ് സ്റ്റോപ്പ് വരെ നല്ല ദൂരമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സൈക്കിളിലായിരുന്നു എന്ന് സ്കൂളിൽ പോകുന്നത്. 9th മുതൽ +2 വരെ ഞാൻ സൈക്കിളിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു അത്. ആഫ്റ്റർ +2 ഹയർ സ്റ്റഡീസിനായി ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ എൻ്റെ സൈക്കിൾ വീട്ടിൽ ഒറ്റയ്ക്കായി. തുടർച്ച വൃത്തിയാക്കി എൻ്റെ റൂമിൽ അവനെ എടുത്തു വെച്ചിട്ടാണ് ഞാൻ പോയത്. ഇടയ്ക്കൊക്കെ ലീവ് കിട്ടുമ്പോൾ ഞാൻ വീട്ടിൽ വരും. സൈക്കിളുമായി പുറത്തേക്കൊക്കെ പോകും. അങ്ങനെ ഒരു ഡേ ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ സൈക്കിൾ കാണാനില്ല. അമ്മ ആർക്കോ അതിനെ എടുത്തു കൊടുത്തു. എനിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അമ്മയുമായി കുറേ വഴക്കിട്ടു. ഇപ്പോഴും എൻ്റെ സൈക്കിൾ എവിടെയാണെന്ന് ഓർത്ത് ഞാൻ വിഷമിക്കാറുണ്ട്. ഇത് വായിച്ചു കഴിയുമ്പോൾ തനിക്ക് എനിക്ക് വട്ടാണെന്നൊക്കെ തോന്നാം. ബട്ട് എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ആ സൈക്കിൾ. നെക്സ്റ്റ് സ്റ്റോറി നോക്കിയാലോ? സ്റ്റോറി നമ്പർ 4. ഹലോ ചേച്ചി, സുഖമാണോ? ഞാൻ 6th പഠിക്കുമ്പോൾ നടന്ന ഒരു ഇൻസിഡൻ്റ് ആണിത്. ഇപ്പോൾ ഞാൻ 9th പഠിക്കുന്നു. എനിക്കൊരു മീൻകുളം ഉണ്ടായിരുന്നു. 2 വർഷം കൊണ്ട് ഞാൻ ആ കുളത്തിലാണ് മീൻ വളർത്തുന്നത്. എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു തോടുണ്ട്. വൺ ഡേ എനിക്ക് ആ തോട്ടിൽ നിന്നൊരു ആമയെ കിട്ടി. അതിനെ ഞാൻ എൻ്റെ മീൻകുളത്തിൽ കൊണ്ടിട്ടു. 1 month കഴിഞ്ഞ് ഒരു ഡേ ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ മീൻകുളം ആരോ പൊളിച്ചു കളഞ്ഞു. എൻ്റെ മീൻകുഞ്ഞുങ്ങളെ അമ്മ ഒരു ബക്കറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ആമയെ കാണുന്നില്ല. അമ്മയോട് ചോദിച്ചപ്പോൾ രാവിലെ വീട്ടിലൊരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു ആമയെ വീട്ടിൽ വളർത്താൻ പാടില്ല, അതുപോലെ മീൻകുളം ആ സ്ഥലത്ത് പണിയാനും പാടില്ല എന്ന്. അതുകൊണ്ട് അമ്മ
മീൻകുള പൊട്ടിച്ചു കളയുകയും ആമയെ കൊണ്ട് തോട്ടിൽ വിടുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ആമ ഫ്രണ്ട് എവിടെയോ പോയി. അപ്പം ഇന്നത്തെ സ്റ്റോറീസ് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സ്റ്റോറീസ് ഞാനുമായിട്ട് ഷെയർ ചെയ്യാൻ എൻ്റെ ചാനലിലൂടെ വായിച്ച് കേൾക്കാനും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ മെയിനായിട്ട് കൊടുത്തേക്കാം. അതിലേക്ക് അയച്ചോളൂ. അടുത്ത സ്റ്റോറിയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.